നന്ദി, ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ഈ വ്ളോഗിൽ ആരും പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല. പുകയ്പടുത്ത് പുற்றுനോയ് ഉണ്ടാക്കും, மற்றும் ഉയിരെ കൊല്ലും. മറ്റേതിപ്പോൾ ഇങ്ങനെ തമിഴ് പറയുക. ഒരു 10-24 വയസ്സ് കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൻ്റെ ഒന്നും മറികടക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നത് എപ്പോഴും എല്ലാവരും പറഞ്ഞ കേൾക്കാറുണ്ട്. ഈ സ്വപ്നത്തിൻ്റെ ഒക്കെ പുറകടക്കാൻ അങ്ങനെ വയസ്സൊക്കെ ഉണ്ടോ? എൻ്റെ അറിവിലില്ല. പക്ഷെ ജീവിക്കാൻ ചെമ്പ് വേണം, അതെനിക്കറിയാം. ഞാനൊരു സിനിമ നന്നാവാൻ നടന്ന ആളാണ്. അതിനുവേണ്ടി എല്ലാ സാധാരണക്കാരും ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു, റീൽസ് ചെയ്തു. പക്ഷെ ലൈഫ് നമ്മൾ വിചാരിച്ച പോലും തരില്ലല്ലോ. എൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഞാനൊരു റീൽ ആഡ് ഡയറക്ടറായി. അതിനുശേഷം ഞാൻ ഒരു TVC ആഡ് ചെയ്തു. ഇപ്പോൾ അതെ ഒരു ഫുൾ ടൈം അഡ്വർടൈസ്മെന്റ് ഡയറക്ടറായി. ആ സ്വപ്നം എപ്പോഴും അവിടെ ഇരിക്കുക. ലൈഫ് എങ്ങടാ കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ വന്നതെന്നും പറയാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിലൊന്ന് മാറ്റണം. ഒരു ഡിസിപ്ലിനൊക്കെ വരുത്തണം. അതിനാദ്യം ഉണ്ടാക്കിയ സാധനം കുറയ്ക്കണം. ഞാനൊരു 3 മാസം ജിമ്മിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഈ തടി കുറക്കൽ പരിപാടിയൊക്കെ ആയിട്ടേ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. 4ാമത്തെ അല്ലയോടാ, ഏറ്റവും കൂടെ കൂട്ടിയിട്ട് 4ാമത്തെ. പക്ഷെ ഒറ്റയ്ക്ക് പോയതേ ഭയങ്കര മടിയായി. അതുകൊണ്ട് ഞാനൊരു ഫ്രണ്ടിനെ കൂടെ കൂട്ടി. ഞാൻ റീൽസ് അയച്ചു കൊടുത്തു, പല മോട്ടിവേഷണൽ വീഡിയോസ് അയച്ചു കൊടുത്തു. ചെക്കൻ ഒരു നടക്കി അടുക്കണില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇവനെ പറ്റി പറഞ്ഞില്ല അല്ലേ? സ്റ്റണ്ടോക്ക്. ഇവന്റെ പേര് സഞ്ജയ്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും 2 കൈ നീട്ടി സ്വീകരിക്കുന്നവൻ. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ 1+1 ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ചാടി കയറിയതാ. ഫ്രീ ആയിട്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാലോ. പക്ഷേ ചെക്കൻ അടിച്ചു. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ എല്ലാം ഡബിൾ ഹൈ. ഇനിയിപ്പോൾ അവന് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, മോനെ നീ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ തട്ടിപ്പോകുന്നു. ചേട്ടത്തൊക്കെ നേരത്തെ തീരുമാനിച്ചതാ. പ്രത്യേകിച്ച് ഒരു പുതുമകളും ഇല്ലാത്ത എൻ്റെ ലൈഫിലേക്ക് നമുക്കൊരു ജേണി പോയി നോക്കിയാലോ. നിനക്ക് വല്ല പുതുമയും കിട്ടിയാലോ. ചുമ്മാ പോയി നോക്കാന്നേ.